ഈ സംഗീതത്തിൽ മുന്നോക്കനും പിന്നോക്കനുമില്ല. മുതുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീർനിലങ്ങളിന്നടിമയാരുടമയാല് തോളോട് തോൾ ചേർന്ന് പോരാടിടാം ഈയായിടാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. നമസ്കാരം. നമ്മൾ കണ്ടതാണ് റാപ്പർ വേടനെതിരെ, നമ്മുടെയൊക്കെ അഭിമാനമായ റാപ്പർ വേടനെതിരെ ഭരണകൂടവും അതുപോലെ തന്നെ വനം വകുപ്പുമൊക്കെ സ്വീകരിച്ച നടപടികൾ. ഒരു ഭീകരനായ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെയാണ് വേടനെ തെളിവെടുപ്പിനും മറ്റുമൊക്കെ കൊണ്ടുപോയി സമൂഹ മാധ്യമങ്ങളിലടക്കം അവഹേളിക്കുന്ന തരത്തിൽ എന്തോ ഒരു വലിയ ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കുന്ന പോലെ അവർ ശ്രമിച്ചത്. കോടതി ജാമ്യം കൊടുത്തുവെങ്കിലും വേടന് വേണ്ടിയുള്ള പോരാട്ടം ഒരു സംഘടന തുടരുകയാണ്. CSDS എന്നാണ് ആ സംഘടനയുടെ പേര്. അവർ വേടന് വേണ്ടി ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് വേടന് വേണ്ടി മാത്രമല്ല, വേടനെപ്പോലെ ഒരുപാട് ഇതുപോലെ വിവേചനങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സംഘടന നിലകൊള്ളുന്നത്. അവരിപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് വേടൻ്റെ പാട്ട് തുടരട്ടെ, ഈ വിവേചനങ്ങൾക്കെതിരെ ഒരു പ്രക്ഷോഭം, ഒരു സമ്മേളനം തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അവർ അവസാനിപ്പിക്കുന്നില്ല. ഇനിയും വേടനെപ്പോലുള്ളവരെ തക്കം പാത്തിരിക്കുന്ന എല്ലാ ഭരണകൂട നയങ്ങൾക്കുമെതിരെ ഈ സംഘടന പോരാടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ കാലിക പ്രസക്തി എന്നുള്ളത്. നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ വേടനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ, അത്രത്തോളം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു ക്രിമിനൽ പരുവത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആക്കി തീർക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ കോടതി ജാമ്യം കൊടുത്തു. അത് നടപടികൾ തെറ്റായിരുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പരാമർശിച്ചു. എന്നിട്ടും നിങ്ങൾ ഈ പറയുന്ന ഒരു വിവേചനങ്ങൾക്കെതിരെ ഈ പോരാട്ടം തുടരുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? വേടന് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. നീതി കിട്ടണമെങ്കിൽ ഗവൺമെൻറ് മനഃപൂർവ്വം അറിഞ്ഞെടുത്ത കേസ് പിൻവലിക്കണം. അവിടെ വേടന് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. മനഃപൂർവ്വമായി ഭരണകൂടം നടത്തിയ ഒരു ഭീകരതയാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷമാണ് പുലിപ്പല്ല് നഖം കൊണ്ട് ലോക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഫോറസ്റ്റും പോലീസും കൂടെ അറസ്റ്റ് ചെയ്തത്. ഇത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറോ നിരൂപിച്ചാൽ ഇത്രയും ജനകീയ പിന്തുണയുള്ള ഒരു കലാകാരനെ ഇങ്ങനെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ അറിവോടെ, ഭരണകൂടത്തിൻ്റെ, അതായത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ ആഫീസും ഫോറസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ശശീന്ദ്രൻ്റെ ആഫീസും അറിയാതെ ഇത്തരം ഒരു അറസ്റ്റ് നടക്കത്തില്ല. അതിൻ്റെ തെളിവാണ് ഇവർക്ക് ജാമ്യം കിട്ടുവാൻ വേണ്ടി കോടതി കണ്ടെത്തിയത്. കോടതി പറഞ്ഞു, ഈ പുലിനഖം എവിടുന്നാന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു ചാർജ് ഷീറ്റ് സമർപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ, അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായെന്ന് ചോദിച്ചപ്പോൾ പോലും കോടതിയിൽ ഉത്തരമില്ലാതെ നിൽക്കുകയായിരുന്നു. തലേദിവസം വരെ മൗനം പാലിച്ച മന്ത്രി പിറ്റേ ദിവസം വേടൻ അനുകൂലമായി സംസാരിക്കുന്ന വിചിത്രമായ കഥയാണ് കാണുന്നത്. 2 ദിവസം വേടൻ പോലീസ് കസ്റ്റഡി ഇരുന്നിട്ടും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണകൂടം ഒന്നും വേണ്ടിയില്ല. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ മാഷ് CPMൻ്റെ സെക്രട്ടറി വേടൻ അനുകൂലമായി സംസാരിക്കുക. ഇവരുടെ ഇരട്ടനീതി ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇരട്ടനീതി വേടനോട് മാത്രമല്ല, കലാഭവൻ മണിയോട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനിയൻ RLV രാമകൃഷ്ണനോട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിനിമാ രംഗത്തെ സിനിമാ നടനോട് ചെയ്തിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട പലരോടും ഇരട്ടനീതിയാണ് ഗവൺമെൻറ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീതി നിഷേധം കേരളത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ദളിതരായ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർ ഉയർത്തുന്ന മൂർച്ചയുള്ള വാക്കുകളെയാണ് ഇവർ ഭയപ്പെടുന്നത്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ചേർന്ന നടപടിയല്ല ഇവരിപ്പോൾ കാണിച്ചത്. വേടൻ മുന്നോട്ട് വെക്കുന്നത് അംബേദ്കറിസമാണ്. അയ്യങ്കാളിയും അംബേദ്കറും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഈ സമൂഹം അനുഭവിച്ച വലിയ യാതനകളും പീഡനങ്ങളും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു എരുതിയായി നിൽക്കുകയാണ്. ആ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം ഇത്തരം ഒരു കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അവൻ്റെ അമ്മയുടെ ജാതി അന്വേഷിച്ച, അമ്മയുടെ നാട് അന്വേഷിച്ച ഒരു ഭരണകൂടം കേരളത്തിലുണ്ടോ? വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്ന് വരെ അന്വേഷിക്കാൻ പോയെന്നുള്ളതാണ് സത്യം. മോഹൻലാൽ ആനക്കൊമ്പ് ചോദിച്ച ഇത്ര അന്വേഷണം ഇല്ലായിരുന്നു. മോഹൻലാലിൻ്റെ അമ്മ ഏത് നാട്ടുകാരിയാണെന്ന് അന്വേഷിച്ചോ? ഇല്ല.
അപ്പോൾ ഇതാണ് ജാതിയുടെ വിവേചനം എന്ന് പറഞ്ഞത്. ഇത് ആഴത്തിൽ കേരളത്തിലുണ്ട്. വടക്കേന്ത്യ സംസ്ഥാനത്തേക്കാൾ വളരെ ശക്തമായി ജാതിയുടെ വലിയ വിവേചനം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഇത്ര ജാതി വിവേചനം നടക്കുന്നു എന്നുള്ളത് സമീപകാലത്ത് കേരളത്തിൽ ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇവിടെ അവസാനിക്കത്തില്ല. ഇതിനെതിരെ ശക്തമായി കേരളത്തിൽ ചേരമ സംഭവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ശക്തമായി പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകും. വേടന് നീതി കിട്ടുന്നതുവരെ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുണ്ടാകും. വേടൻ്റെ പാട്ട് തുടരട്ടെ എന്നാണ് CSGSന് പറയാനുള്ളത്. അത് ആരുടെയെങ്കിലും സിരകളിൽ അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. ഞങ്ങൾ അനുഭവിച്ച സാമൂഹ്യ പീഡനങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ മുന്നൊരുക്കമാണ്. ഇത് തുറന്നു പറയുന്നത് ഞങ്ങളൊക്കെ തുറന്ന് പറയുക പച്ചയ്ക്ക്. പക്ഷേ പാട്ടിലൂടെ ഈ വിഷയത്തെ ജനമനസ്സുകളിലേക്ക്, പ്രത്യേക യുവഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ വേടന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഭരണകൂടത്തിനും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേടനെതിരെയുള്ള ഈ സാമൂഹ്യ നെറികേട് ഈ സംസ്ഥാനം നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും നിർണായകമായ ഗൂഢാലോചന നടത്തിയാണ് വേടനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ഈ സമയത്ത് അനുമാനിക്കുകയാണ്. അതിൻ്റെ സാഹചര്യ തെളിവുകൾ മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. ഈ വേടന് വന്നിരിക്കുന്ന ചില പൊതുപരിപാടികളടക്കം ക്യാൻസൽ ചെയ്ത് പോയി എന്ന് കേട്ടു. എത്രത്തോളം വസ്തുതാപരമാണത്? വേടന് അങ്ങനെ ആരാണ് വേടനോട് ഇനിയും നിരപരാധിയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ നിലനിൽക്കില്ല ഈ കേസ് എന്ന് പറഞ്ഞിട്ടും ഇനിയും വേടൻ്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന തരത്തിൽ ആരാണ് വേടനെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? വേടനെതിരെ ഞാൻ പറഞ്ഞല്ലോ, വേടനെതിരെ കേരളത്തിലെ സിനിമാ രംഗത്തെയും മികച്ച കലാകാരന്മാർക്കും പങ്കുണ്ട്. ഇപ്പോൾ MG ശ്രീകുമാർ ഇതിൻ്റെ അകത്തൊരു പ്രതിയായി വരും എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. കാരണം അദ്ദേഹം വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 വർഷമായിട്ട് കേരളത്തിൽ നിരവധിയായ റാപ്പ് ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. MG ശ്രീകുമാറിൻ്റെ പരിപാടിക്ക് പോലും അത്ര ആളില്ല. അപ്പോൾ വേടനെ അറിയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതിനകത്ത് പങ്കുണ്ടോ, അതോ മോഹൻലാലാണ് ഇതിനകത്ത് പങ്ക് എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുമുണ്ട്. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ പരാതി കൊടുത്തത് എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നത്? ലോക്കറ്റ് പുലിയുടെ ആണല്ലോ, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കണ്ടേ? ഈ ഗവൺമെൻറ് കാണിക്കുന്നത് ഇത്രമാത്രം വിവേചനമാണ്. ഈ ഗവൺമെൻറ്റാണ് ഇനി 3ാമത് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കേരളത്തിലെ ദളിത് സമൂഹം ആലോചിക്കും. അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, ഈ വിവേചനങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ 3ാമത് അധികാരത്തിൽ വരത്തില്ല എന്ന് പറയുവാൻ CSGS അതിന് ബാധ്യതയുണ്ട്. ഞങ്ങൾ അതിന് നിരൂപിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾ തിരുത്തണം. വേടൻ ഉയർത്തുന്ന സന്ദേശം എന്ന് പറയുന്ന അംബേദ്കറിസം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് എന്തുകൊണ്ട് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല? അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അംബേദ്കറെ ആക്ഷേപിച്ച് അടുത്ത കാലത്ത് മന്ത്രി ആക്ഷേപിച്ചില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു മന്ത്രി പറഞ്ഞത് ഭരണഘടന എഴുതിയ ആരാന്ന് പോലും പുള്ളിക്കറിയത്തില്ല. അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ ഇരട്ട നീതി ഇവിടെ നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത്, ഇവിടെ കഞ്ചാവ് അടിച്ച കേസിൽ അറസ്റ്റ് ആയ MLA-യുടെ മകൻ, ഞാൻ MLA-യുടെ പേര് പറയുന്നില്ല, MLA-യുടെ മകന് നീതി കിട്ടി. പോലീസ് അന്വേഷണത്തിൽ കഞ്ചാവിൻ്റെ ഗന്ധം മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ എത്രമാത്രം നീതികേടാണ് ഈ സമൂഹത്തോട് ഇവർ കാണിക്കുന്നുള്ളത് ഇനിയും തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചർച്ചയും സമരങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സാമൂഹ്യ നെറികേടുകളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ തർക്കമൊന്നുമില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വേടനെടുത്ത ഒരു നിലപാട്, അതായത് പുറത്തു വന്നതിന് ശേഷം വേടൻ പറഞ്ഞത് ചെയ്ത തെറ്റുകൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായി, സമൂഹം അതിൻ്റെ പേരിൽ വഴിതെറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുത്താൻ ശ്രമിക്കും എന്നുള്ളൊരു ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തു. പലരിലും അത് കാണാത്തതാണ്. കാരണം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ആൾക്കാരാണ് പലരും ഉള്ളത്. അപ്പോൾ ഈ ഒരു സംഘടനയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും എന്താണ് തെറ്റുകൾ തിരുത്തി വേടൻ മുന്നോട്ട് പോകണം. പക്ഷേ എന്നിട്ടും വേടനെ തടയിടാൻ വരുന്നവരെ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. വേടൻ ജാമ്യം കിട്ടിയതിന് ശേഷം പറഞ്ഞു, എൻ്റെ ഭാഗത്ത് ചില തെറ്റുകൾ വന്നിട്ടുണ്ട്, അത് തിരുത്തുമെന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പറയാറില്ല, മറ്റ് സെലിബ്രിറ്റികളൊന്നും അങ്ങനെ പറയാറില്ല. അദ്ദേഹം പറഞ്ഞത് തിരുത്തുമെന്നാണ്. വേടൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹം തിരുത്തുവാൻ തന്നെയാണ് സാധ്യത. വലിയൊരു കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ലഹരി അല്പം ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഒരാളും അങ്ങനെ ഏറ്റു പറയുന്നതല്ല. അതുകൊണ്ട് ആ ഒരു സന്ദേശം തന്നെ ഒരു പുതിയ ഒരു
മുന്നോട്ട് പോക്കിന് ഒരു ആക്കം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാലും വേടൻ്റെ പാട്ട് തുടരുക തന്നെ ചെയ്യും. വേടന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. ആരൊക്കെ കേരളത്തിൽ എതിർത്താലും ശരി, വേടന് ആവശ്യമാകുന്ന സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ യുവാക്കളും അതുപോലെ തന്നെ ചേരമ സാമ്പോ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും മുൻപന്തിയിലുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് കെ സുരേഷ്, CSDSൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേടന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും ഒരുപാട് വേടന്മാർക്ക് ഇവിടെ മനസമാധാനത്തിൽ, സന്തോഷത്തിൽ അവരുടെ കലാപരമായ കഴിവുകളും മറ്റുമൊക്കെ നേടി മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾക്ക് സാധിക്കട്ടെ. എന്തായാലും ഈ പറയുന്ന പ്രക്ഷോഭം ഇനി തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്.